എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് കപ്പ ഇന്നലെ 100 രൂപയ്ക്ക് 4 കിലോ കപ്പ. അപ്പോൾ ഞാൻ 25 രൂപയ്ക്ക് മേടിച്ചു. ഒരു വലിയ കപ്പ കിട്ടി, പിന്നെ ഒരു ചെറിയ കപ്പ കിട്ടി. പിന്നെ അപ്പോൾ അതൊന്ന് ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയതും മീൻകറി ആണ് ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ നമുക്ക് കപ്പ മുറിച്ചെടുക്കാം. അപ്പം നമ്മളെ കൊള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം 4 പീസ്, തുമ്പ് ഭാഗം 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം, കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒന്ന് കൊള്ളിയിട്ടിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളത് ഓഫാക്കിയിട്ട് ആദ്യം ആ വെള്ളം കളയണം. എന്നുവെച്ചാൽ ഒരു കൊള്ളിക്ക് വരെ കട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കത് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മളുടെ കൊള്ളി പുഴുങ്ങി എടുത്തു, ആവിയൊക്കെ പോയി കുക്കറിൻ്റെ. അപ്പോൾ നമ്മൾ ഇതേ കേട്ടോ, നല്ലോണം വെന്ത കൊള്ളിയാണ്. ഇനി നമുക്കിത് കുടംപുളിക്ക് വറ്റിച്ച മീൻ കറി കൂട്ടിയിട്ട് നമുക്കത് കഴിക്കാം. അങ്ങനെ നമുക്ക് കപ്പ പുഴുങ്ങിയതും പിന്നെ മീൻ കറിയും വിളമ്പാം. കഴിക്കാനായിട്ട് നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കപ്പ വിളമ്പി. ഇനി നമ്മൾ അതിൻ്റെ മീതെ മീൻകറി, കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി. നല്ല ചൂടുള്ള മീൻകറി, ചൂട് കപ്പയും. ഇനി നമുക്കത് കഴിക്കാം. അപ്പം നമുക്ക് കപ്പയും മീൻകറിയും കഴിക്കാം. ഒരു കഷ്ണം മീനെടുത്തു, പിന്നെ നല്ല വെന്ത കപ്പ എടുത്തു. നമ്മൾ നല്ലോണം ചാറിൽ ഇതേപോലെ മുക്കി കഴിക്കാം. ചൂട് കപ്പയും കുടംപുളി ഇട്ട് വെച്ച മീൻ കറിയും. കപ്പയും മീൻ കറിയും കണ്ട. ഇനി ഇതും കൂടി ഉള്ള കഴിക്കാനായിട്ട്. എല്ലാം കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്.